യുക്രൈൻ വിഷയത്തിൽ അടിയന്തര യോഗം വിളിച്ച് യൂറോപ്യൻ നേതാക്കൾ. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് യൂറോപ്യൻ രാഷ്ട്രത്തലവന്മാരുടെ നടപടി. പാരീസിലാകും യോഗം നടക്കുക. UK പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാർമർ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. നാറ്റോയിലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ പങ്ക് സംബന്ധിച്ചും യോഗത്തിൽ ചർച്ചയുണ്ടാകും. നേരത്തെ യൂറോപ്പ് സ്വന്തം സേനയുണ്ടാക്കണമെന്ന ആവശ്യവുമായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി രംഗത്തെത്തിയിരുന്നു. അതിനുള്ള സമയം വന്നിരിക്കുകയാണെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. ഞങ്ങളെ പിന്തുണയ്ക്കുന്നവരെ ഉൾപ്പെടുത്താത്ത കരാറിനെ അനുകൂലിക്കില്ല. യുക്രൈനില്ലാതെ യുക്രൈനെ സംബന്ധിച്ച് ഒരു ചർച്ചയുണ്ടാവില്ല. യൂറോപ്പില്ലാതെ യൂറോപ്പിനെക്കുറിച്ച് ഒരു തീരുമാനവും ഉണ്ടാവില്ലെന്നും സെലൻസ്കി പറഞ്ഞു. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി സംസാരിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. റഷ്യൻ പ്രസിഡന്റുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും സംസാരിച്ചു. തന്റെ പുതിയ ഭരണകൂടത്തിന്റെ ആദ്യ ദിവസം തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് പ്രചരണവേളയിൽ ട്രംപ് അവകാശപ്പെട്ടിരുന്നു. നാറ്റോയിൽ യുക്രൈന് അംഗത്വം നൽകില്ലെന്ന ഉറപ്പും ട്രംപ് നൽകിയിരുന്നു. ഒട്ടേറെ പേരാണ് യുദ്ധത്തിൽ മരിക്കുന്നത്. അതിനാൽ മേഖലയിൽ സമാധാനം സ്ഥാപിക്കണമെന്ന് താൻ കരുതുന്നതായി ട്രംപ് പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ച ഉടൻ നടത്താമെന്ന് പുടിൻ സമ്മതിച്ചുവെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം റഷ്യ അടുത്ത വർഷം നാറ്റോ സഖ്യരാജ്യങ്ങളെ ആക്രമിക്കുമെന്നും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് യാതൊരു പദ്ധതിയും ഇല്ലെന്നും സെലൻസ്കി നേരത്തെയും ചൂണ്ടിക്കാണിച്ചിരുന്നു. നാറ്റോ രാജ്യങ്ങൾക്കെതിരെ അടുത്ത വർഷം റഷ്യ യുദ്ധം ചെയ്യുമെന്ന കാര്യത്തിൽ തനിക്ക് ആധികാരികമായി തന്നെ രഹസ്യവിവരം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ സെലൻസ്കി ഇതിന് മുന്നോടിയായി 1.5 ലക്ഷം സൈനികരെ അയൽരാജ്യമായ ബെലാറസിലേക്ക് അയക്കാൻ പുടിൻ പദ്ധതി തയ്യാറാക്കിയതായും ആരോപിച്ചു. പോളണ്ടിനെയോ ബാൾട്ടിക് രാജ്യങ്ങളെയോ ബെലാറസിൽ നിന്ന് ആക്രമിക്കാൻ റഷ്യ ധാരണയാക്കിയതായും സെലൻസ്കി ചൂണ്ടിക്കാണിച്ചു. യുക്രൈനെ നാറ്റോ സഖ്യത്തിൽ ചേർക്കുന്ന കാര്യത്തിൽ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പെറ്റെ ഹെഗ്സെത്ത് വിരുദ്ധ നിലപാടാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. റഷ്യയും യുക്രൈനുമായി നടക്കുന്ന യുദ്ധം ഒത്തുതീർപ്പിലാക്കാൻ നാറ്റോയിലെ അംഗത്വം തടസ്സമാകും എന്നാണ് അമേരിക്കയുടെ നിലപാടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. യുക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്ന കാര്യം നടപ്പില്ലാത്തതാണെന്നും പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കി. എന്നാൽ കഴിഞ്ഞ ദിവസം ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ സഖ്യകക്ഷികളും എല്ലാം തന്നെ യുക്രൈനെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ സമാധാന നീക്കങ്ങൾ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് സെലൻസ്കി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. യുക്രൈനിൽ നിന്ന് റഷ്യ കൈവശപ്പെടുത്തിയ സ്ഥലങ്ങൾ തിരികെ വിട്ടുതരണമെന്നും നാറ്റോയിൽ അംഗത്വം നേടുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം മ്യൂണിക്കിൽ പറഞ്ഞു. നാറ്റോയുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ യുക്രൈന് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ സെലൻസ്കി കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയ കാര്യവും ചൂണ്ടിക്കാണിച്ചു.